ഹായ്, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സാം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ എക്സാം നടത്തുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ 2 ദിവസം, അതായത് ഇപ്പം ടൈം ടേബിൾ തരുന്നു. ഈ ടൈം ടേബിൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 2 ദിവസത്തിന് സമയം തന്നതിന് ശേഷമാണ് എക്സാം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 2 ദിവസം പറഞ്ഞിരിക്കുന്ന പോർഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് നന്നായിട്ട് അടിത്തറയോടുകൂടി പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇന്നത്തെ ആ ഒരു ടൈം ടേബിൾ മാത്രമേ തരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിൽ പോയാൽ മതിയോ, ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒറ്റ ദിവസത്തെ ടൈം ടേബിൾ തരുന്നത്. ഈ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ടൈം ടേബിൾ തന്നു പോകാം. ഒറ്റയടിക്ക് ഒരാഴ്ചത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ടൈം ടേബിൾ, അതായത് ഇപ്പം തരുന്ന ടൈം ടേബിൾ, ഇതിൻ്റെ എക്സാം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് 2 ദിവസത്തിന് ശേഷമാണ്. 2 ദിവസത്തിന് ശേഷം എന്ന് പറയുമ്പം ഇന്ന് ഡേറ്റ് 6 ആണ്. ഇന്ന് 6-ാം തീയതി നിങ്ങൾ പഠിച്ചു തുടങ്ങണം. 6-ാം തീയതി പഠിച്ചു കഴിഞ്ഞാൽ 7-ാം തീയതി കഴിഞ്ഞ് 8-ാം തീയതി വൈകിട്ട് 8 മണിക്കായിരിക്കും എക്സാം തുടങ്ങുന്നത്. ആ 8 മണി വരെ നിങ്ങൾ കംപ്ലീറ്റ് പോർഷൻ പഠിക്കുക. പഠിച്ചതിന് ശേഷം 8 മണിക്കിടുന്ന എക്സാം അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ മാർക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടൈം ടേബിൾ പറയാം, നോക്കിക്കോണം. ഹിസ്റ്ററിക്കകത്ത് യൂറോപ്യന്മാരുടെ ആഗമനം, അത് മാത്രം പഠിക്കുക. ഒരുപാട് വലിച്ചു വാരിയില്ല, അത് നല്ല തറവായിട്ട് പഠിക്കുക. എവിടുന്ന് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യത്തക്ക രീതിയിൽ യൂറോപ്യന്മാരുടെ ആഗമനം നന്നായിട്ട് പഠിക്കുക. ദെൻ മധ്യകാല ഭാരതം, അത് മുഴുവൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ മധ്യകാല ഭാരതം നന്നായിട്ട് അടിത്തറയോടുകൂടി ഫുള്ള് പഠിക്കുക. അതായത് എന്തൊക്കെയുണ്ടോ അത് മൊത്തം നന്നായിട്ട് പഠിക്കുക. ദെൻ ഭൂമിയുടെ ഘടന പഠിക്കുക, എർത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കുക. നീതി ആയോഗ് പഠിക്കുക. പൊതുഭരണത്തിൻ്റെ സവിശേഷതകളും പ്രവർത്തന രീതിയും നന്നായിട്ട് പഠിക്കുക. പ്രതിനിധി സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ പറ്റിയിട്ട് ഫുൾ ഡീറ്റെയിൽസ് പഠിക്കുക. ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും തന്നിട്ടുള്ള സിലബസ് വൈസ് മാത്രം പഠിക്കുക. പിന്നീട് ഒളിമ്പിക്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാന വിവരങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക. ജ്ഞാനപീഠം നേടിയ മലയാളികളെ പറ്റിയിട്ട് എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ ശതമാനം, ശരാശരി, കണക്കിനകത്തുനിന്നും ശതമാനവും നന്നായിട്ട് ബേസിക്കായിട്ട് പഠിച്ചു വയ്ക്കുക. ശരാശരിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, നന്നായിട്ട് പഠിക്കുക. ദെൻ ടാഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ ടാഗ് ഇംഗ്ലീഷിൽ നിന്നും പഠിക്കുക. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പഠിക്കുക. പദശുദ്ധി പഠിക്കുക. അപ്പം ഇത്രയും ടോപ്പിക്കാണ് ഞാൻ ഫസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസ് പോലെ ഇട്ട് തരുന്നതേ ഉള്ളൂ. ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ 2 ദിവസം കൊണ്ട് പഠിക്കുക. 2 ദിവസം കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് പഠിക്കുമല്ല, തറവായിട്ട് തന്നെ പഠിച്ചു പോവുക. ഇത്രയും ടോപ്പിക്ക് നമ്മൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയണം. അത്ര രീതിയിൽ നല്ല വൃത്തിയായിട്ട് പഠിച്ചതിന് ശേഷം 8-ാം തീയതി വൈകിട്ട് 8 മണിക്ക് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ആ 8 മണിക്ക് വരുന്ന സമയത്ത് ഇത്രയും ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞവർ മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക, എങ്കിലേ നമുക്ക് പ്രയോജനമുള്ളൂ. അപ്പം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഈ കൂട്ടത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഞങ്ങൾ എന്ത് ഫോളോ ചെയ്യണം, അതൊക്കെ എന്തെങ്കിലും രീതിയിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനുള്ള റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നോട്ട്ബുക്കിനകത്തോട്ട് ഇത് എഴുതിയെടുത്തിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ പറയട്ടെ, വൃത്തിയായിട്ട് അടിത്തറയിട്ട് പഠിച്ചു പോകണം. ഇനി ഇതിനെ പറ്റിയിട്ട് നോക്കേണ്ടി വരരുത്. ആ രീതിയിൽ വേണം പഠിക്കാനായിട്ട്. അതായത് ഇത് ഒരുപാടാണ്, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് പഠിച്ചു തീരാൻ പറ്റുന്നില്ല എന്നുള്ളവർ അത് അഭിപ്രായം പറയുക. എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിനനുസരിച്ച് മാറ്റം വരുത്തുന്നതായിരിക്കും. പറഞ്ഞല്ലോ, ഇത് ഒരു ദിവസത്തേക്കുള്ളത് മാത്രം. നിങ്ങൾക്ക് എങ്ങനെ അത് എഫക്റ്റീവ് ആവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസ് നടത്താം. അത് കഴിഞ്ഞ് നമുക്കൊരു 60 ഡേ ടൈം ടേബിൾ തന്നെ സെറ്റ് ചെയ്തിട്ട് നോക്കാം. അതായത് 60 ദിവസം അല്ലെങ്കിൽ ഒരു 50 ദിവസം നമുക്ക് ഉറപ്പായിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിലും കിട്ടും. അപ്പോൾ ആ 50 ദിവസം നമ്മൾ കരുതലോടുകൂടി വൃത്തിയായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ലിസ്റ്റിനകത്ത് കയറാനായിട്ട് പറ്റും. ഈ ഒരു അവസരം ഇനി ഒരിക്കലും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക, വൃത്തിയായിട്ട് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മന്ത്രം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.